ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വേർതിരിവ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി എന്തിനാണ് സ്ത്രീകൾക്ക് സംവരണം? അത് ശരിക്കും സ്ത്രീകളെ വില കുറച്ച് കാണുകയല്ലേ ചെയ്യുന്നത്? ഞാനൊരു ആധുനിക ചിന്താഗതിക്കാരിയാണ്, അല്ലെ ചിന്താഗതിക്കാരനാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാവരും ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഞാനൊരു ഫെമിനിസ്റ്റാന്നുള്ളത്. ഇന്നത്തെ കാലത്ത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഇപ്പം ഫെമിനിസത്തിന് വേണ്ടിയൊക്കെ വാദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് സ്ത്രീയും പുരുഷനും തുല്യരാണ്, അവരെ തുല്യരാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വാദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വേർതിരിവ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ സ്ത്രീകൾക്ക് നൽകുന്ന സംവരണം അത് ശരിക്കും സ്ത്രീകളെ വില കുറച്ച് കാണുകയല്ലേ ചെയ്യുന്നത്? ആക്ച്വലി എന്തിനാണ് സ്ത്രീകൾക്ക് സംവരണം? ഈവൻ നമ്മളൊരു ബസ്സിലെ കാര്യം നോക്കുക. ബസ്സിൽ സംവരണമുള്ള ആർക്കൊക്കെയാണ്? അന്ധൻ, ഭിന്നശേഷിക്കാരൻ, വൃദ്ധൻ, മുതിർന്ന പൗരന്മാർ, സീനിയർ സിറ്റിസൺ. അതായത് താരതമ്യേന ഒരാളുടെ ഫിസിക്കലി ഡൗൺ ആയിട്ടുള്ള സമയം, അമ്മയും കുഞ്ഞും. ഒരു സ്ത്രീയുടെ ഒരു കുഞ്ഞിനെ നോക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അതായത് അന്ധൻ, സീനിയർ സിറ്റിസൺ, ഭിന്നശേഷിക്കാർ, അമ്മയും കുഞ്ഞും. പിന്നെ സംവരണമുള്ളത് സ്ത്രീകൾക്കാണ്. അതായത് ഇവരുടെ ഒപ്പം ബലം കുറഞ്ഞ അല്ലെങ്കിൽ ബലഹീനതയുള്ള ഒരു വിഭാഗമായിട്ട് കാണേണ്ട ആൾക്കാരാണോ സ്ത്രീകൾ? സ്ത്രീകൾക്ക് കൊടുക്കുന്ന സംവരണം വഴി അവരുടെ കഴിവിനെ കുറച്ച് കാണുമല്ലേ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സ്ത്രീകൾക്ക് സംവരണം 50% സംവരണം. എന്തിനാ അത്? സ്ത്രീകൾക്ക് പുരുഷന്മാരോട് മത്സരിച്ച് ജയിക്കാനുള്ള കെൽപ്പില്ല എന്ന് നമ്മൾ ബാക്കിയുള്ളവരോട് പറഞ്ഞ് അത് അടിവരയിട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? സ്ത്രീകളെ എത്രയോ വാർഡുകളിൽ, ജനറൽ വാർഡുകളിൽ നിന്ന് പുരുഷന്മാരെ തോപ്പിച്ച് വരുന്ന സ്ത്രീകളുണ്ട്. അപ്പം സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുന്നത് വഴി അവരുടെ കഴിവിനെ കുറച്ച് കാണുകയും അവരെ ഒരു ബലഹീനതയുള്ള ഒരു വിഭാഗമായിട്ട് അടിവരയിട്ട് ഉറപ്പിക്കുകയും ചെയ്യുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഫെമിനിസം പറയുന്ന ആൾക്കാർ, അതായത് സ്ത്രീയും പുരുഷനും ഒരേപോലെയാണ്, തുല്യരാണ് എന്ന് പറയുന്ന ആൾക്കാർ, എത്ര ആൾക്കാർ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് സംവരണം ആവശ്യമില്ല, പുരുഷന്മാരെ മത്സരിച്ച് തോൽപ്പിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അവരോട് മത്സരിച്ച് ജയിക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ട് എന്ന് എത്ര ഫെമിനിസ്റ്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിപ്പം സംവരണം കിട്ടുന്നത് നല്ലതാണ് എന്നുള്ള രീതിയിൽ അവരത് ഉപയോഗിക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ ആദർശം ഒരടിസ്ഥാനവും ഇല്ലാതെ പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പം ഞാനൊരു ആധുനിക ചിന്താഗതിക്കാരിയാണ്, അല്ലെ ചിന്താഗതിക്കാരനാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാവരും ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഞാനൊരു ഫെമിനിസ്റ്റാന്നുള്ളത്. എന്താണ് സത്യത്തിൽ അവർ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത്, അതോ ഞാൻ ഒരു ഉയർന്ന ചിന്താഗതിയുള്ള ഒരാളാണ് എന്ന് കാണിക്കാൻ വേണ്ടി പറയുന്ന ഇതുപോലെ തോന്നുന്നുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫെമിനിസത്തെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാക്കിയെടുക്കാം. അതായത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുമ്പോഴാണെങ്കിലും ഞാനൊരു ആധുനിക ചിന്താഗതിയുള്ള ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫെമിനിസത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഈവൻ 10-25-30 വർഷമായി സിനിമയിലെ ഡബ്ബിംഗ് ഫീൽഡിലുള്ള ഒരു വ്യക്തി. അവർ കുറച്ച് നാൾ മുമ്പ് ഇവരുടെ പേര് പോലും എന്താണെന്ന് അത്യാവശ്യം സിനിമയൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. പലർക്കും അറിയത്തില്ലായിരുന്നു. അതിനുശേഷം ഈ ഫെമിനിസവും കാര്യങ്ങളും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന സമയത്താണ് ഇവരുടെ പേര് പോലും 10 പേർ അറിയുന്നത്. അപ്പം അവരൊക്കെ ഒരു തുടക്കം വെച്ച് കൊടുത്തു എന്നറിയാം. അതായത് സോഷ്യൽ മീഡിയ വന്നിരുന്നു കഴിഞ്ഞ് ഫെമിനിസം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഫെയിം എടുക്കാം, എനിക്ക് അത്യാവശ്യം ഫെയിം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ധാരണയുള്ള ആൾക്കാർ, അവരൊക്കെ ശരിക്കും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു വേർതിരിവ് വീണ്ടും സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവരെ ഈക്വൽ ആക്കിക്കൊണ്ടിരിക്കുകയല്ല.